ഇതാണ് നമ്മുടെ നാഷണൽ മെഡിക്കൽസ് ഇട്ടാ. കാലത്തൊട്ട് വയറിന് തീരെ സുഖമില്ല, ഒരു എരിച്ചിലും പോകച്ചിലൊക്കെ. പാവട്ടൻ പറഞ്ഞു, പാവട്ടൻ വയറിന് തീരെ സുഖമില്ലാന്ന് പറഞ്ഞു. പാവട്ടൻ എടുത്ത വഴിക്ക് ചോദിച്ചു, നീ പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോന്നാണ്. അപ്പോൾ ഞാൻ ആന്ന് പറഞ്ഞു, കാരണം മെഡിക്കൽ ഷോപ്പുകാർ, വക്കീല്, ഡോക്ടർ ഇവരോട് കള്ളം പറയുന്നതാണ് പ്രമാണം. ബാബാട്ടൻ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ഇതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാബാട്ടൻ മരുന്നെടുക്കാനായിട്ട് പോയിട്ടാ. ആ സമയത്ത് ദാണ്ട ഇവിടെ ഒരു നോട്ടീസ് എടുക്കണു. അപ്പോൾ നോട്ടീസിൽ എന്താ സംഭവം നോക്കിയപ്പോൾ നിർദ്ധരായ രോഗികളെ സഹായിക്കുക എന്നൊക്കെയാണ് നോട്ടീസിൽ എഴുതിയുള്ളത്. ബാബാട്ടനോട് ചോദിച്ചു, കൂടുതൽ കാര്യങ്ങൾ അറിയാം ബാബാട്ടാന്ന് ചോദിച്ചു. ബാബാട്ടൻ പറഞ്ഞു, പള്ളിക്കൽ റോട്ടിലാണ് ഇവരുടെ ഓഫീസ് വരുന്നത്, നീ അവിടെ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ അവർ കുറേ പേരെ സഹായിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് 2 ഫോട്ടോസ് ടപ്പേന്ന് എടുത്തു. എന്തായാലും നമുക്ക് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാമല്ലോ. അങ്ങനെ ഗുളികയ്ക്ക് തേന്ന് ചോദിച്ചപ്പോൾ ബാബാട്ടൻ പറഞ്ഞു 5 രൂപ തന്നു. അങ്ങനെ ഞാൻ പേഴ്സ് എടുത്ത് നോക്കിയ സമയത്ത് 10 രൂപ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ 10 രൂപ എടുത്ത് ഞാൻ ബാബാട്ടന് കൊടുത്തു. അങ്ങനെ ബാബാട്ടൻ ബാലൻസും തന്നു. എന്തായാലും നമുക്കൊന്ന് അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഈ പള്ളിപ്പുറം റോട്ടിലെത്തിയിട്ട് ഇനി ഫാർമ ക്ലബ്ബ് ആരോട് ചോദിക്കുമെന്ന് നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടൻ സ്റ്റെപ്പ് ഇറങ്ങി വരണം. ചേട്ടാ എവിടെ ഫാർമ ക്ലബ്ബ്? അപ്പോൾ ചേട്ടൻ പറഞ്ഞ 2nd ഫ്ലോറിലാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, സ്റ്റെപ്പ് കയറി ഞാൻ ആ ഫാർമ ക്ലബ്ബിൻ്റെ അവിടെ എത്തി. ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിക്കാട്ടോ. ഫാർമ വെൽഫെയർ ക്ലബ്ബ് തന്നെ ഒരു നോട്ടീസ് കണ്ടായിരുന്നു, നിർധന രോഗികളെ സഹായിക്കേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഞങ്ങളിപ്പോൾ ഒരു 20 വർഷത്തോളമായി ഞങ്ങളുടെ ഫാർമ ക്ലബിൻ്റെ കൊല്ലത്തിൽ 1000 കുട്ടികൾക്ക് നോട്ട് ബുക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷം അത് മാറ്റി ഒരു നിർധനരായ രോഗികൾക്ക്, ഇപ്പോൾ 100 രോഗികൾക്ക് കഴിഞ്ഞ വർഷം കൊടുത്തു. ഈ വർഷം ഞങ്ങൾ അതാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കൂപ്പൺ വിതരണം, കൂപ്പൺ അടിച്ചു. ഓഗസ്റ്റ് 3-ാം തീയതി ഞായറാഴ്ചയാണ് പരിപാടി. അത് രോഗികളെ സെലക്ട് ചെയ്ത് അതിന് ജയനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ പരിപാടിക്ക്. പിന്നെ ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ജോൺസൺ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ടോണി, സെക്രട്ടറി ഞാനാണ്. ട്രഷറർ സ്ഥലത്ത് എത്തിയിട്ടില്ല, എല്ലാവരും വരും. അല്ല സാധാരണ എങ്ങനെ കിട്ടുക, ഏത് രോഗികൾക്ക് കിട്ടുക എന്നുള്ള നമ്മളിപ്പോൾ ഈ ആളുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് അവർക്ക് നമ്മൾ ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യും. അതിൽ ഏറ്റവും അർഹരായവർക്ക്, നിർധനരായവരും കിടപ്പ് രോഗികളുമായവർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരു കമ്മിറ്റി ഉണ്ട്, അവരത് സെലക്ട് ചെയ്ത് അവരെ എടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു പരിപാടിയുണ്ട്. ബ്ലഡ് ആവശ്യമുള്ളവർക്ക് IMA നിന്ന് ആവശ്യത്തിന് ബ്ലഡ് കളക്ട് ചെയ്ത് അത് കൊടുക്കുക. അങ്ങനെ ഒരു പരിപാടി കൂടി നമ്മുടെ ഭാഗത്തുണ്ട്. ഇത്രയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാർമ വെൽഫെയർ ക്ലബിൻ്റെ നോട്ടീസാണത്. ഇതിലെല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഫാർമ വെൽഫെയർ ക്ലബ്ബ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനത്തിന് അർഹതപ്പെട്ടവർക്ക്, നിർധനരായ രോഗികൾക്കൊക്കെ അർഹതപ്പെട്ടവർക്ക് ഇതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടീസാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാവരും അവരുമായിട്ട് ബന്ധപ്പെടുക. ശരിയെന്നാൽ ഞാനിത് ബന്ധപ്പെടുക. ശരി.